ഗേസ് നമുക്ക് ഇൻട്രോ കൊടുക്കാം. 1 2 3 ഡാസ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിൽ നിന്ന് 2 ചേച്ചിമാർ നടന്നു വരണ്ടേ, അത് എനിക്ക് ഇഷ്യൂ നോക്കട്ടെ സീനുള്ള. ഹായ് ഗേസ്, ഇപ്പം ഇന്ന് നമ്മളൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 8 മാസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞൊരു വീഡിയോ. ആ വീഡിയോയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കട നമ്മൾ നോക്കാൻ പോയിരുന്നു. ബട്ട് ആ കട തുറന്നിട്ടുണ്ടായില്ല. ആ കട ഇന്ന് തുറന്നിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ ഈ ഫുഡ് വ്ളോഗൊക്കെ ഇപ്പം തന്നെ എടുത്തു വെച്ചാലാണ്, ഫുഡ് വ്ളോഗ് എന്നല്ല, ഈ ഫുഡിൻ്റെ ഐറ്റംസ് നമ്മൾ ഇരിക്കാൻ പോകുമ്പോൾ, ഇങ്ങനത്തെ സ്പോട്ടൊക്കെ അറിയാൻ പോകുമ്പോൾ ഇപ്പം തന്നെ എടുത്തു വെച്ചാൽ ശരിയാവും. കാരണം നെക്സ്റ്റ് മന്ത് ഞങ്ങൾക്ക് നോമ്പാണ് ഗീസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നടക്കണമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ എവിടെയൊക്കെ പോവുക, ഇങ്ങനെ ഇരിക്കുക, അത്ര നടക്കാമുള്ളൂ. അല്ല ഫുഡ് വ്ളോഗ് ഫുഡായിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് വൈകിട്ട് ആ കടയിൽ പോകണം. എന്തായാലും വൈകിട്ടാകുമ്പോഴത്തേക്ക് കട തുറക്കുള്ളൂ. ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അതുവരെ രാവിലെ അല്ല, ടൈം ഇപ്പോൾ ഒരു എത്ര മണിയാണ്ടോ, 11:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഈ ബ്രാത്തൊക്കെയാണ്. അപ്പോൾ ഈ ബ്രാത്തൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീട് ക്ലീനൊക്കെ വയ്ക്കണം. അപ്പോൾ ഇന്ന് ഒരു റൂം, അങ്ങനെ ഓരോ ദിവസം ഓരോ റൂം വെച്ചാണ് കഴിക്കണം. ഇന്ന് ഞങ്ങൾക്ക് അന്ന് റൂമാണ്. ആ റൂം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈമൊക്കെ പിന്നെ നാരങ്ങൾ പിടിച്ചു അവനോട്. അതെ, അങ്ങനെ നാരങ്ങളുണ്ടാക്കാം. ആദ്യം ചായ എടുത്ത്. ഹായ്. ഓക്കെ, സെറ്റ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. സ്റ്റിൽ എല്ലാവരും ലൈക്ക് അടിക്കാം. എന്റെ ഗൈസ് ആ ഫാൻ കണ്ട വെളുപ്പിച്ച് കുട്ടപ്പനാക്കി. ഓ, ഇത് വെളുപ്പിക്കണ ഒരുത്തന്നെ ആദ്യമായിട്ട് കാണാം. കാണിച്ചില്ല പെണ്ണി കണ്ടോ, കറുത്തെടുത്ത ഫാനാ. ഇപ്പൊ വെളുത്തു പോയി. തുണിയാതെ കണ്ടാ, ഈ ഫാൻ തുടച്ചിട്ട് നീച്ചേ വെള്ളം ബ്ലാക്ക് വെള്ളം. എന്തായാലും ബൈക്കിട്ട് വീണു ഗീസ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ തീർന്നു. ഐ ഡോണ്ട് നോ, എന്തായാലും ഒന്നുകൂടി പറയാം. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ കുറേ ഫോട്ടോസും, നമ്മുടെ ബഡ്ഡിയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ വെബ്സൈറ്റ് കയറിയ കുറേ ഫോട്ടോസ് കിട്ടും. അതായത് HD ക്വാളിറ്റി ഫോട്ടോസ്, വാൾപേപ്പർ ആക്കേണ്ട രീതിയിൽ നമുക്ക് ഫോട്ടോസ് നമ്മളെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡല്ല, എടുത്തു വെച്ചിട്ടുണ്ട്. ഐഫോണിലും സാധനങ്ങളൊക്കെ എടുത്ത. അപ്പോൾ ആ ഒരു നല്ല വെയിൽ കേസ്, ആ ഒരു ഫോട്ടോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് കയറിയാൽ മതി. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എനിക്ക് വേണ്ടി ജസ്റ്റ് കയറി നോക്കാം. കയറി ഒരു ഡൗൺലോഡ് ചെയ്യാം. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാനിവിടെ നിന്ന് ഫോട്ടോ കുംഫു ക്ലാസ് കുംഫൊക്കെ പഠിക്കാൻ പോകുന്നുള്ളേ. വേണ്ട, പിള്ളേരുടെ നടിയിട്ട് വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എത്രേ ഉള്ളൂ. എന്തായാലും കട എത്തട്ടെ ഗൈസ്. ഇപ്പം ഇരിങ്ങോൾക്കാവിൻ്റെ ഉള്ളിലേക്കെന്നല്ല, അവിടം വരെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിറച്ച വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് കയറിയിരുന്ന എന്ത് വെയിൽ. ഇപ്പോൾ 1 കിലോമീറ്റർ അങ്ങോട്ടേക്ക് ഇത് കണ്ടോ, ഈ വഴി അങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കണ്ട വേറൊരു ക്ഷേത്രം കേട്ടോ. എന്തായാലും നൈസ്. അയ്യോ, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നു ഗേസ്. ഇവിടെ വന്നിട്ട് കുറേ നാളായിട്ടോ. ഇപ്പം ഞാൻ മേക്ക് വയ്ക്കാത്ത എന്താ കാരണം എന്ന് വെച്ചാൽ, പണ്ട് ഇതുപോലത്തെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചതാണ് വീഡിയോ റെക്കോർഡ്. അത് സെറ്റ് വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിക്ക് ഉണ്ടായിരുന്ന നല്ലൊരു ഐഫോണിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ സാമാനത്തെ കുത്തിയിട്ടാണ് സംസാരിച്ചത്. കുറച്ച് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്താൽ നോക്കിയപ്പോഴല്ലേ ഒന്നും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പേടിയാണ്. അപ്പോൾ നമുക്ക് ആ കടയിൽ ചെന്നിട്ട് മൈക്ക് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക്, എന്തായാലും ഇത്ര നേരം നോക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു, നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് നമ്മൾ വിഷയമാക്കേണ്ട കാര്യമേ അല്ല. കേസ് അവിടെ ഒരു അമ്മച്ചിയും ഒരു ചേട്ടനും ഇരിക്കുന്നു. ഇതാണ് കാടിൻ്റെ ഒരു മതി. ഇത് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം നമ്മളൊരു ക്യാമറ നമ്മൾ നോക്കുന്നുണ്ട്. ക്യാമറക്ക് അയ്യോ, ഇതെന്തായാലും ഞങ്ങൾ കാണിച്ചാണ്. ഞാൻ പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ അകത്ത് കയറുന്ന ശബ്ദം. ഇതാണ് അട്ടക്കാവ്.
ഇതിനകത്ത് നിറച്ച അട്ടകളായിരിക്കും. ഇതിൻ്റെ നേരെ പോണ സ്റ്റെപ്പില്ലേ, നേരെ പോയി കഴിയുമ്പോൾ എന്താണെന്നറിയോ, നേരെ പോയി കഴിയുമ്പോൾ അമ്പലം കാണും. അമ്പലത്തിൻ്റെ ഉള്ളിൽ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ശാന്തമായ ഒരു സ്പേസ്, ഒറ്റ മനുഷ്യരില്ലാത്ത സ്പേസ്. ഹായ്, ഇതാണ് കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന ഒരു ഫീല്. ഒരു കുളം കേട്ടോ. അയ്യോ, ഇവിടെ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച് അട്ടകളാണ്, ഞാൻ പറഞ്ഞില്ലേ. കാരണം നടക്കുന്ന വഴിയിൽ നിറച്ചും ഈ കറുത്ത കളർ അട്ടകളായിരിക്കും. ഞാൻ വിശദീകരിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ആ കണ്ടാണ് അമ്പലം. ഞാനൊരു കാര്യം വേണ്ടി, ഈ സാധനം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു. എനിക്ക് അവിടെ വീഡിയോ ഓഫ് ആക്കണം, അപ്പോൾ തിരിച്ചു എൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഇതിൽ സംഭവം അടിപൊളി കേട്ടോ ഗേസ്. ഇതാണ് അമ്പലം. ഇതിൻ്റെ അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്, ഞാനും മഹേഷ് വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അവൻ്റെ ഒരു എക്സ്പൾസ് വണ്ടി ഉണ്ടായിരുന്നു, അവൻ എന്ത് കാണിച്ചെന്ന് നോക്കില്ല. അയ്യോ കാത്തോളേ, കണ്ടോ. അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്, ഈ കാണുന്ന അമ്പലം. അങ്ങോട്ടേക്കൊരു വേറൊരു വഴിയുണ്ട്. ആ വഴി ഞാനും മഹേഷ് ഒരു ദിവസം പോയതാണ്. സോ ഇപ്പോൾ പോയാൽ ശരിയാവില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടി കേസ്, വല്ല പാമ്പ് വന്നെങ്ങാനും കടിച്ച് കൊത്തിക്കൊണ്ടുപോയാൽ കാട്ടിക്കിടന്ന് അവിടെ ചെന്ന് ചാവും. എൻ്റെ മോനെ സീന് വൈബ്. ഇതൊക്കെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ഒറ്റ മനുഷ്യനില്ല, അതാ പറഞ്ഞാൽ മെയ്ക്കിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേസ്. ഉള്ളിലേക്ക് കുറേ കാണാനുണ്ട്. സോ അവിടെ നിന്നല്ല, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഞാൻ പറഞ്ഞ വഴി. അങ്ങോട്ട് വന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇനി അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ പോവാം. എനിക്ക് മെയിനായിട്ട് ഇരിക്കേണ്ട ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ബജിക്കടിയാണ്. കുറേ നേരം ബജിക്കട എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ എനിക്ക് ഭ്രാന്ത് കയറുന്നുണ്ടോ? യെസ്, എന്തായാലും ഇപ്പോൾ ഇവിടെ ഇരിക്കല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. പണി കിട്ടി. സ്വാമി പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന്. നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. ഗേസ്, ശരിക്കും ഒരു മുഞ്ചിട്ടുണ്ട്. കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് കർശനമാക്കിയത്. കാരണം കുറേ ആൾക്കാർ ഇതിനു മുമ്പ് ഇറങ്ങിയ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ റീൽസിൻ്റെ കുറേ ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റ് മേഖലയെന്ന് വെച്ച് വന്നിട്ട് എങ്ങാണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. ആരുടെ ബാക്കിൽ ലോൺ അടിക്കണം അത് വിട്ട്. എന്നിട്ട് പ്രശ്നങ്ങളായതുകൊണ്ടായിരിക്കും എന്താണ്ട് ഉത്തരവ് തന്നുണ്ട് വീഡിയോ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഇത് ക്ഷേത്രപ്രദേശം അങ്ങനത്തെ ഇതാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. സോ നമ്മളെ ടാർഗറ്റ് ചെയ്തെടുക്കാനല്ലായിരുന്നു, നമ്മൾ ആ നിയമം വന്നതിനും നമ്മൾ എടുത്തത്. നമ്മുടെ ടാർഗറ്റ് അവിടെയാണ്, നമുക്ക് നേരെ അങ്ങോട്ടോ, വെറുതെ കേസായി വെക്കണ്ട. എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഇരിങ്ങക്കോളിൻ്റെ ബാക്കിൽ കൂടി വേണം കേട്ടോ. ആ കാണുന്ന മൂലക്കീൽ കാണുന്നതാണ് ബജിക്കട. ബജിക്കട നിൽക്കും. ഇല്ല, ഇപ്പൊ ഒരു പെരുമ്പാറിൽ കുറെ കാര്യങ്ങൾ കുറെ കടകളിൽ കയറിയിട്ട് ഒരു ചേച്ചി വീഡിയോ എടുക്കണ്ടേ.
ആ ചേച്ചിയാണ് ഇവിടെ വന്നാ ഒരു വെളുത്തിട്ടൊക്കെ അല്ലല്ല ഇത് മറ്റേ നമ്മുടെ ട്രാൻസ്ജെൻഡറിലെ ഒരു സൂര്യ എന്ന് പറയുന്ന ബ്യൂട്ടീഷ്യനാണ് അവര് നേരത്തെ അവര് ഇങ്ങനെ ഈ ബ്യൂട്ടീഷ്യൻ സംബന്ധമായ ബ്ലോഗിനെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഒരു ദിവസം കാർഡ് കാണാൻ പറഞ്ഞു. അതിൽ ഒരു പയ്യൻ്റെ പേര് ഇർഷാൻ എന്നോ കേട്ടോ പറഞ്ഞൊരു പയ്യൻ വിവാഹം കഴിച്ചിട്ട് നല്ല തടിയുള്ള സ്ത്രീ. ഇവിടെ നിന്നല്ല അവരുടെ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. നേരത്തെ നമ്മുടെ ഈ പെൺകുച്ചുങ്ങൾ എടുത്തോട്ട് പോയത് പ്രാവശ്യം അത് കണ്ടു. അത് അവർ ഇതിൻ്റെ ലിങ്ക് അയച്ചു. അല്ല ഇത് എപ്പോഴും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ട്. കച്ചവടം കുറവാണെങ്കിൽ നമ്മൾ നിർത്താറുന്നില്ല. ചിലവരൊക്കെ ഒരുപാട് ദൂരമൊക്കെ വരാം. കുഞ്ഞുമോളം ഭാഗത്തുണ്ട്, ചെറുകുന്ന ഭാഗത്തൊക്കെ കോളേജ് വിട്ടിട്ട് പിള്ളേർ ഇഷ്ടം പോലെ ഉച്ചയ്ക്ക് സമയത്ത്. അപ്പോൾ ഇതൊക്കെ പോയി. കാരണം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തിക മൊത്തമാണല്ലോ മൊത്തം. ആദ്യം കയറി പൈസ ഇല്ല, പണിയില്ലാത്ത ആ ഒരു ഇതൊന്നുമല്ല. ബൈക്കിൽ 2 തട്ടും അടച്ച് സവാള കഴിഞ്ഞ് അതുപോലെ പിന്നെ എണ്ണപ്രകാരമാണെങ്കിലും 6-7 ആഴ്ച എണ്ണപ്രകാരം അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. 7,000 8,000 രൂപയുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു സാധാ ദിവസങ്ങളിൽ. ഞായറാഴ്ച സ്പെഷ്യൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം അത് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഈ ഒരു 2-3 മാസമായിട്ട് ഈ കാടൊന്നും കാണാൻ ഒരു മനുഷ്യൻ വരുന്നില്ല. മറ്റേന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞായറാഴ്ച ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സൈഡൊക്കെ മുഴുവൻ വണ്ടികളായി. ഇപ്പോൾ ഒന്ന് മഞ്ഞിട്ട് പോകുന്നവർ കാട് കാണാൻ വരുന്നത്. ഇപ്പം ആരും തന്നെ വരുന്നില്ല. മെയിനായിട്ടുള്ള ആൾ വളരെ കുറവായിട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കച്ചവടം വളരെ കുറവാണ്. എന്നാൽ തന്നെ നമ്മൾ നിർത്തില്ല. നമ്മളിങ്ങനെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി മാറി വരുമ്പോൾ പ്രതീക്ഷിച്ചിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ബെനിഫിറ്റൊന്നും ഇല്ല. നിർത്താണ്ട് പോകാന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഇത്രയും നല്ല സാധനങ്ങൾ ഞാൻ ആദ്യം വന്നപ്പോൾ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ നല്ലായിരുന്നു. ബട്ട് കുറേ നിറയണം. പക്ഷേ ഇപ്പം കച്ചവടം കുറവായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഞായറാഴ്ച ഇവിടെ സ്പെഷ്യലാണ്. എല്ലാവരും സ്പോട്ട് കണ്ടോ? ഇതാണ് സ്പോട്ട്. ഇത് ഇരിങ്ങോൾക്കാവ് ആ റൂട്ട് ശരി തന്നെ. അവൻ ചേട്ടൻ ഒരുപാടായി ഉണ്ടോ? പഴപോളി മുട്ടബജിയൊക്കെ അതിൻ്റെ ട്രേ നിർത്തായിരുന്നു. എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം കച്ചവടം ഉണ്ടായിരുന്നു. ഞാൻ അന്നപ്പോൾ കണ്ടിരുന്നു ഇവിടെ ഈ മുകളിലത്തെ ട്രേ ഒക്കെ നിറച്ചിരിക്കുന്നത് സാധനമായിരുന്നു. ഭയങ്കര വൈകുന്നേരം ആയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തിരക്കൊക്കെ കാണണമെങ്കിൽ കഴിഞ്ഞ അടുത്ത 24-ാം തീയതി പൂരം അവിടെ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം, അതായത് അതിൻ്റെ 9 ദിവസം മുമ്പ് മുതൽ ഇവിടെ വൈകുന്നേരമൊക്കെ നല്ല തിരക്കുണ്ട്. ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർഡിനെ കുറിച്ച് നല്ല ഒരുപാട് സബ്സ്ക്രൈബർ കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പരിപാടികളും അതും ഇതും അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഓരോരുത്തരൊക്കെ നിൽക്കാൻ പറ്റുന്നത് നോക്കാൻ പറ്റും. 2 വർഷമായി തുടങ്ങിയിട്ട് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ. അപ്പം ഞാൻ കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ഏകദേശം ഒരു 2 മാസമല്ല ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ അന്ന് ചെന്നപ്പോൾ ഇതായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ എന്താണ് കേസാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് കടയടിച്ചിട്ട് കിടന്നു. ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ. പക്ഷേ ഇപ്പോൾ എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും കട തുറക്കണമെന്ന് പറഞ്ഞാൽ. വേറൊരു കാര്യം പറയട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു പയ്യൻ വന്നിട്ട് ചേട്ടായി വ്ളോഗറാണോ? അതെ. ചേട്ടായിട്ട് ചാനൽ പേര് നിട്ടാ അവൻ പറഞ്ഞ സിംഗിൾ വെച്ചാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് കേട്ടോ. ചേട്ടായി എപ്പോഴും ഇവിടെ വരാറുണ്ടോ? ചെക്കൻ പാവം. ചെക്കൻ ട്യൂഷൻ പോയിട്ട് അങ്ങനെ വന്നാന്ന് തോന്നണേ. ചെക്കന് ഒരു ഷൗട്ട് ഔട്ട്. ഇപ്പം ഈ കാണുന്ന വീഡിയോസ് മൊത്തം ഞാൻ 1 മാസം കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോസായിരിക്കും. ബട്ട് ഇപ്പം എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഓവർ. അതായത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വീഡിയോ ആണ്. ആ വീഡിയോ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു 4 വീക്ക് ആയതിനു ശേഷമായിരിക്കും നിങ്ങളെ ഈ കണ്ടിന്യൂസ് വീഡിയോസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. പൊട്ടിയ കാരണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുക. അപ്പോൾ അതായിരിക്കും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഗീസ് കുറച്ച് ഇപ്പം ഇത്ര എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും മറന്നോണ കാര്യം ഇൻട്രോ എടുക്കാൻ മറന്നുപോയി ഗീസ്. ജസ്റ്റ് നമുക്ക് അവിടെ പോയി ഒന്ന് ഇൻട്രോ എടുക്കാം. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് അവിടെ പോയി തന്നെ ഇൻട്രോ എടുക്കാം. എന്തായാലും ഇന്ന് ഞാൻ ഹാപ്പിനെസ്, നിങ്ങളും ഹാപ്പിനെസ്. ചേട്ടൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഒരുപാട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത്
ഇതുപോലത്തെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരെ ഹാപ്പിനെസ് ആക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഹാപ്പിനെസ് തന്നക്ക് തേടി വരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സത്യം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഹാപ്പിനെസ് ആക്കി കൊടുത്താൽ നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് തിരിച്ച് കിട്ടും. നമുക്ക് ഹാപ്പിനെസ് ആവും. അത് സത്യസന്ധമായ വാക്കാം. ഇന്ന് ഞാൻ ഫുൾ ഹാപ്പിയാണ് കേസ്. വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, ലാസ്റ്റായിട്ടൊരു കാര്യം പറയട്ടെ. ആ ലിങ്ക് എല്ലാവരും കയറാം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എയർപോർട്ട് ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ അഭിജിത്ത് മുത്ത് കടയിൽ കയറിയേക്കാണ്, അവനിക്കൊരു ഷൗട്ട് ഔട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ പറയും. എല്ലാം ഇത് തന്നെ ഈ വീഡിയോ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ പറയാം. പിന്നെ ഈ മെയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് പേടിയായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ മെയ്ക്ക് യൂസ് ചെയ്തേനെ. കാരണം അറിയാമല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയ്ക്ക് യൂസ് ചെയ്യാത്തത്. പറഞ്ഞ് ചായ കുടിക്കാൻ തോന്നുന്നു. നമുക്ക് അവിടുത്തെ ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കാം. അവിടെയൊക്കെ ചായ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. സോ താങ്ക് യു ഗീസ് എല്ലാത്തിനും, ഇത്ര നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു. അപ്പോൾ വേറെ ഒന്നുമില്ല ഗീസ്. ഞാനൊരു വേറൊരു കാര്യം വിട്ടുപോയി. അതായത് എൻ്റെ കയ്യിലുണ്ടായ ഫണ്ട് മൊത്തം തീർന്നു ഗീസ്. ഇനിയിപ്പോൾ അക്കൗണ്ടിൽ എടുക്കണം. അക്കൗണ്ടിനടുത്ത് ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ വെച്ച് വണ്ടി മാറുന്നു. എന്തായാലും ഇന്നത്തെ ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഗീസ്. അപ്പോൾ എല്ലാവർക്കും ഷൗട്ട് ഔട്ട്. ചേട്ടൻ്റെ ഹാപ്പിനെസ് അതാണ് എൻ്റെ ഗീസ്. ഇതുപോലെയല്ല നമ്മൾ കിടക്കാച്ചി കിണ്ണങ്കാച്ചി വീഡിയോസ് എടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലൊരു ക്ലാരിറ്റി വീഡിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തേനെന്നറിയോ. ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാറുകൊണ്ട് ഇത്രയും ക്ലാരിറ്റിയിൽ നിൽക്കും. എന്തായാലും നമ്മൾ സെറ്റാക്കും, വൈബാക്കും, എല്ലാം സെറ്റാക്കും. എന്തായാലും ഈ അവസരത്തിൽ ഞാൻ മഹേഷിനെ മിസ് ചെയ്യുന്നു ഗീസ്. കാരണം മഹേഷിൻ്റെ ഒപ്പാണ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ ഇരിങ്ങോൾക്കാവിൽ വന്നിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ പിടിച്ചു തരാം. എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത്. എന്നാലും അതിൻ്റെ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുക, ചേട്ടൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുക. എല്ലാം എൻ്റെ നമ്പറും പിന്നെ പ്രൊഡക്റ്റ് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങണവരും പിന്നെ ഓർഡർ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാണ്, ഞാൻ പോയിട്ട് എന്തെങ്കിലും വെള്ളമെല്ലാം കിട്ടുമോ നോക്കട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് ഇടിച്ചിടിച്ച് പിടിച്ച് പൊട്ടിച്ച് ഗീസ്. ബൈ.